നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വേദ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാൻ. കൊരിന്ത്യരുടെ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 13-ാമത്തെ അധ്യായം. കൊരിന്ത്യരുടെ 2-ാം ലേഖനം 13-ാം അധ്യായം, അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് കൊരിന്ത്യരുടെ 2-ാം ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരുന്നു. ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ക്ലോസിംഗ് ബെനഡിക്ഷൻ എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വേദപുസ്തകത്തിലെ വാക്കുകളൊന്നും തന്നെ ഭംഗി വാക്കുകളായിട്ടോ അല്ലെങ്കിൽ ഒരു പേജ് എഴുതി വന്നപ്പോൾ അല്പം സ്ഥലമുണ്ടെന്നാൽ ഒരു പേജ് ഫില്ലറായിട്ട് ചേർത്തേക്കാമെന്ന് കരുതിയോ ഒരു വാക്കുപോലും വേദപുസ്തകത്തിലില്ല. അങ്ങനെയെങ്കിൽ ഈ ക്ലോസിംഗ് ബെനഡിക്ഷൻ, ഈ ആശീർവാദ വചനങ്ങളും വളരെ പ്രാധാന്യമുള്ളവ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് വളരെ വാചാലനായിട്ട്, വളരെ തനിക്ക് ദൈവം കൊടുത്തതാകുന്ന ജ്ഞാനത്തിൽ നിന്ന്, ദൈവം നൽകിയതാകുന്ന വെളിപ്പാടിൽ നിന്ന് താൻ പല സന്ദർഭങ്ങളിലും താൻ വിശദീകരിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലുടനീളം ഈ കൃപയെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ അല്പമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയെന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുകയാണ്. നാം 2 നിലകളിൽ അത് കാണുവാനായി പോകുകയാണ്. ഒന്ന്, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ള ഉപദേശം. മറ്റൊന്ന്, കൊരിന്ത്യ ലേഖനത്തിലും അതുപോലെ ഗലാത്യ ലേഖനത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് പോലെ മറ്റൊരു സുവിശേഷം എന്ന് പറയുന്നത് പോലെ മറ്റൊരു കൃപ ഇന്ന് പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചും അല്പമായിട്ട് നമ്മൾ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. കാരണം ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്ന്, ഏറ്റവും മനോഹരമായിരിക്കുന്ന, ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും അടിസ്ഥാനപരമാകുന്ന വിഷയങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യരെ വഞ്ചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഈ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ത്രിയേകത്വത്തെക്കുറിച്ചാണ്. യേശു കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച്. സഭയുടെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ചിന്തിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ദൈവമക്കളുടെ ഇടയിലുള്ളത് ഈ വിഷയങ്ങളെക്കുറിച്ചാണ്. വളരെ അടിസ്ഥാനപരമാകുന്ന വിഷയം. അതുപോലെ തന്നെ ദൈവകൃപയെക്കുറിച്ച് പറയുമ്പോഴും ഏറ്റവും മനോഹരമാകുന്ന ദൈവകൃപ, അതിനെക്കുറിച്ച് ഒരു വലിയ തെറ്റായ പഠിപ്പിക്കൽ നമ്മുടെ ഇടയിൽ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആദ്യം അത് അത്ര സീരിയസ് ആയിട്ട് കരുതിയിരുന്നില്ല. കൃപയുടെ സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം കേട്ടപ്പോൾ ഞാനങ്ങ് സന്തോഷിച്ചു. കൃപയുടെ സുവിശേഷകന്മാരെന്ന് സ്വയം പറയുവാൻ തൻ്റെ ഇടമുള്ള ചിലരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. എന്നാൽ ആ ഉപദേശത്തിൻ്റെ ആ ഡീറ്റെയിൽസിനെ കുറിച്ച് ഈ ദിവസങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചില പ്രിയപ്പെട്ടവരൊക്കെ ഇതിനെക്കുറിച്ച് എനിക്ക് എഴുതി. ചില റൈറ്റ്സപ്പ് ഒക്കെ എൻ്റെ മെയിലിൽ എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. ഇത് വായിച്ചപ്പോഴാണ് അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ചില നാളുകൾക്ക് മുൻപ് നമ്മുടെ സഭയിലുള്ള ഒരു സഹോദരൻ, പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല, എന്നെ ഫോൺ ചെയ്ത ശേഷം ചില സംശയങ്ങൾ എന്നോട് ചോദിച്ച സംശയങ്ങളിൽ ഒന്നിതാണ്,
പാസ്റ്ററെ, ഇന്നെ ഒരാൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഒന്ന്, ദൈവമക്കള് ആയി തീർന്ന ശേഷം അവരെന്തോ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല, അവർ സ്വർഗത്തിൽ കാണും. മറ്റൊന്ന്, കർത്താവിൻ്റെ ഒന്നാം വരവിങ്കൽ പോകണമെന്ന് താല്പര്യമുണ്ട്, വിശുദ്ധിയോടും വേർപാടോടും ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കാത്തവർക്ക് വേണ്ടി രണ്ടാമത് വരുമ്പോൾ ഒരു ചാൻസ് ലഭിക്കും. ഇത് എന്നോട് പറഞ്ഞയാളിനെ ഇരുത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു വാക്കുപോലും അതിശയോക്തിയല്ല. ഒരു പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർ ഉപദേശിക്കുന്ന വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കേട്ടുകേൾവിയല്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്ര പ്രാധാന്യമായിരിക്കുന്നത്. എനിക്ക് ഒരുപാട് വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ദൈവസന്നിധാനത്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പല കാര്യങ്ങൾ ഞാൻ വിശദമായി ചിന്തിച്ചു. ഇവർ പറയുന്ന അനേക ഉപദേശങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോന്നിനും മറുപടി കൊടുക്കാനുണ്ട്. എന്നാൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്കിന്ന് സമയമില്ല. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ദൈവകൃപയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പൊതുവായി പറഞ്ഞ ശേഷം ആ വിഷയത്തിലേക്ക് അല്പം ഒന്ന് ടച്ച് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. കൃപയെന്നുള്ള വാക്ക് തന്നെ നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒത്തിരി പ്രാവശ്യം അങ്ങ് ഉപയോഗിച്ച് ഈ കൃപ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രാധാന്യത നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് കൃപയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം. ഈ 2ാമത്തെ ലേഖനം തന്നെ ശ്രദ്ധിച്ചാൽ, ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകാം. 2 കൊരിന്ത്യർ 1:2, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 2 കൊരിന്ത്യർ 6:1 പൗലോസ് അവരെ മുന്നറിയിപ്പ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സോ ദൈവകൃപ വ്യർത്ഥമാക്കുവാനുള്ള സാധ്യതയുണ്ട്. ഡു നോട്ട് റിസീവ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ വെയിൻ. മക്കതോന്യ സഭകൾക്ക് ലഭിച്ചതാകുന്ന ദൈവകൃപയെക്കുറിച്ച് 8:1 താൻ പറയുന്നു. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ എന്നുള്ളത് 8:1 പറഞ്ഞിട്ട് ദൈവകൃപയുടെ എംബോഡിമെന്റ്, ശരീരത്തിലുള്ളതാകുന്ന വെളിപ്പാടെന്തെന്ന് അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നന്മാർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. 9-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-ാം വാക്യത്തിൽ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുന്നു. ഈ അവസാനത്തെ വേദഭാഗത്തേക്ക് വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് തൻ ലേഖനം അവസാനിപ്പിക്കുന്നു. നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് തുടർന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ഈ കൃപയെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ ദൈവകൃപയെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒത്തിരി ഗാനങ്ങളുണ്ട്. മലയാളത്തിൽ തന്നെ എത്രയോ പാട്ടുകളുണ്ട്. ദൈവകൃപ, അവിടുത്തെ കൃപ എത്ര അതിശയമായിരിക്കുന്നു, അത്ഭുതമായിരിക്കുന്നു, കൃപയേറുന്ന കർത്താവിലാണ് എൻ്റെ വിശ്വാസം എന്ന് വേണ്ട എത്ര ഗാനങ്ങളുണ്ട് ദൈവകൃപയെ വർണ്ണിക്കുന്നത്. ഇംഗ്ലീഷിൽ വളരെ പ്രസിദ്ധമാകുന്ന ഒരു ഗാനമുണ്ട്. അതെഴുതിയ വ്യക്തി ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യനാണ്. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇംഗ്ലീഷുകാരനാകുന്ന ഒരുവൻ. ആദ്യം റോയൽ നേവിയിൽ ഒരു ഓഫീസറായിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് ആഫ്രിക്കയിൽ നിന്നും അടിമകളെ കൊണ്ടുപോകുന്ന
ഒരടിമ കച്ചവടക്കാരനായിട്ട് ആ കപ്പലിന്റെ ക്യാപ്റ്റനായിട്ട് താൻ തീർന്നു. ആ മനുഷ്യൻ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് എഴുതിയ മനോഹരമാകുന്ന ഗാനമാണ് അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട്. യുഎസില് 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഒക്കെ നടന്ന ഉണർവുകളിൽ അതിന് ഒരു പരിധിവരെ കാരണമായി തീർന്ന ഒരു ഗാനമാണ് അമേസിംഗ് ഗ്രേസ്, അത്യത്ഭുതകരമാകുന്ന ദൈവകൃപ. അപ്പോൾ ഈ ദൈവകൃപയുടെ ഈ ആശ്ചര്യകരമായിരിക്കുന്ന ദൈവകൃപ എന്തുകൊണ്ട് ഇത് ആശ്ചര്യകരമായിരിക്കുന്നു? എന്താണ് ദൈവകൃപ? അതിനെക്കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിക്കാം. 2, ഈ ദൈവകൃപ നമ്മളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും ഈ കൃപ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ തുടർന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ദൈവകൃപ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പരിചയിച്ച് പ്രാധാന്യം നഷ്ടപ്പെട്ട പല വാക്കുകളിൽ ഒന്നാണ് കൃപയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃപയുടെ മാഹാത്മ്യം എന്തെന്ന് പലപ്പോഴും നമ്മൾ ഗ്രഹിക്കാതെ പോകുന്നു. ദൈവകൃപ എന്ന് പറയുമ്പോൾ നമുക്ക് കൃപയുടെ ഡെഫിനിഷൻ അറിയാം, അതിന്റെ നിർവചനം അറിയാം. ദൈവകൃപയുടെ നിർവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നമ്മോടുള്ള ബന്ധത്തിൽ അവിടുത്തെ കരുണയിലുള്ള ദൈവത്തിന്റെ സകല പ്രവൃത്തികളെയും ചേർത്താൽ ഒരു വാക്കിൽ പറയാൻ ചോദിച്ചാൽ കൃപയെന്ന് പറയാം. അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹിക്കാത്തവർക്ക് ദൈവം നൽകുന്ന ദാനമാണ് കൃപ. അതിനെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അർഹതയില്ലാത്തപ്പോൾ ലഭിച്ചതാകുന്ന ആ ദാനമാണ് ദൈവത്തിന്റെ കൃപ. എന്നാൽ അർഹതയില്ലാത്തപ്പോൾ ലഭിച്ചതാകൊണ്ടും ഫ്രീ ആയി ലഭിച്ചതുകൊണ്ടും സൗജന്യമായിട്ട് കിട്ടിയതുകൊണ്ടും അതിന്റെ വിലയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലെന്നുള്ളതാണ് സത്യം. സൗജന്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും വളരെ വിലയേറിയതാണ്. ഉദാഹരണത്തിന് നമ്മുടെ പ്രാണവായു എത്ര വിലയേറിയതാണെന്ന് ഫ്രീലി ഇത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ആളിന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ ഒരാസ്മ അറ്റാക്കുള്ള ഒരു രോഗിയോട് ചോദിര് ഇതത്ര വിലപ്പെട്ടതാണ്, ആള് പറയും. ഏറ്റവും വിലയേറിയത് ദാനമായിട്ട് തന്നേക്കുക. മനുഷ്യന് ലഭിച്ച സകല ദാനങ്ങളും അങ്ങനെയാണ്. ഏറ്റവും വിലയേറിയതെല്ലാം ഫ്രീ ആയിട്ടാ തന്നത്. എന്നാൽ മനുഷ്യനൊരു ടെൻഡൻസി ഉണ്ട്, ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് അവൻ വലിയ വിലയൊന്നും കൊടുക്കാറില്ല. നോർത്ത് ഇന്ത്യയില് ഈ ട്രാക്റ്റുകൾ കൊടുത്ത് ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങൾ ഉണ്ട്. ഒന്നിതാണ്, ട്രാക്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ സാധാരണഗതിയിൽ അവർ മേടിച്ചേച്ച് ഒന്ന് നോക്കും, ചിലരും മേടിക്കാറില്ല. എന്നിട്ട് തിരിച്ചു വരുമ്പം കാണാം ഈ കൊടുത്ത മിക്ക ട്രാക്റ്റുകളും അവിടെയൊക്കെ തന്നെ വഴിയിൽ റോഡ് സൈഡിലൊക്കെ കാണാം. നോർത്ത് ഇന്ത്യയിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഓയമിലൊക്കെ വർക്ക് ചെയ്തവർക്കറിയാം, ചെയ്യാറുള്ളതാകുന്ന ഒരു പതിവ് അല്പം നന്നായിട്ട് പ്രിന്റ് ചെയ്ത ട്രാക്റ്റുകളോ സുവിശേഷങ്ങളുടെ പ്രതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കുകയില്ല. ഏതെങ്കിലുമൊക്കെ തെരുക്കോണിൽ നിന്നേച്ച്, അന്നൊക്കെ ഞങ്ങൾ 50 പൈസ എന്ന് പറയും. ഈ 50 പൈസയ്ക്ക് കൊടുക്കുന്ന കാര്യം വളരെ വിലയോടെ മേടിച്ചോളൂ. എന്നാൽ ഈ 50 പൈസയ്ക്ക് കൊടുക്കാതെ അത് ഫ്രീ ആയിട്ട് കൊടുത്താൽ മേടിക്കാൻ പലരും ഇല്ലെന്ന് മാത്രമല്ല
മേടിച്ചത് അവർ വെറുതെ കളയുകയും ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫ്രീ ആയി കിട്ടുന്നതിനെ, സൗജന്യമായി കിട്ടുന്നതിനെ, അതിന് വലിയ വില കൊടുക്കാതിരിക്കുന്നത് മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ്. ദൈവകൃപയും അത് തന്നെയാണ്. ദൈവകൃപയുടെയും സവിശേഷത അതാ. നമുക്കിന്ന് ഏറ്റവും വില കുറഞ്ഞതും നമ്മുടെ മുൻഗണനയിൽ ഏറ്റവും താഴത്തേതും ആത്മീക വിഷയങ്ങളല്ലേ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഏതാണ്ടൊരു ഫേവർ ദൈവത്തിന് ചെയ്യുക എന്നാണ് നമ്മുടെ ചിന്ത. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൃപ നമ്മൾ ദൈവത്തിന് ചെയ്യുന്ന ഒരു ഫേവർ ഒന്നുമല്ല, ഒരു ഔദാര്യദാനം ഒന്നുമല്ല. ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഔദാര്യദാനമാണ്. ഈ ഔദാര്യദാനം വില കുറഞ്ഞ ഒന്നല്ല. പിന്നെയോ ഈ ഔദാര്യദാനത്തിന് ദൈവം കൊടുത്ത വില തന്റെ ഏകജാതനെ ക്രൂശിൽ തകർത്ത് കളയായിരുന്നു. It cost God his only begotten son. സ്വന്തം പുത്രനെ ബലിയാക്കിയിട്ടാണ് കൃപ തന്നത്. മനസ്സിലാക്കണേ. അപ്പൊ കൃപയെന്ന് പറഞ്ഞാൽ, കൃപയുടെ സുവിശേഷകന്മാര് പറയുന്നത് പോലെ വില കുറഞ്ഞ ഒന്നല്ല, പിന്നെയോ വിലയേറിയതാണെന്ന് മനസ്സിലാക്കണം. ക്രൂശിൽ യേശുവിനെ തകർത്തിട്ടാണ് കൃപ തന്നത്. അതുകൊണ്ടാണ് 8:9 നമ്മൾ വായിച്ചത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവിടുത്തെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഫ്രീ ആയി കിട്ടിയത് വിലയില്ലാത്തതല്ല, ഏറ്റവും വിലയേറിയതായതുകൊണ്ടും ഇതിന് വില കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ദൈവം സൗജന്യമായി തന്നതാ. ഇതിന് വില കൊടുക്കാൻ കഴിയുമെന്ന് ആരും ചിന്തിക്കരുത്. നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകുന്നു. നമ്മൾ ദൈവത്തിന് ചെയ്യുന്ന ഫേവർ അല്ല, ദൈവം നമ്മോട് കാണിച്ച ഫേവറാണ്. ഗ്രേസിനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഗ്രേസ് എന്ന ഇംഗ്ലീഷിലുള്ള ആ വാക്ക് തന്നെ ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയാറുണ്ട്. ആകട്ടെ, ഈ വിലയെക്കുറിച്ച് തന്നെ പൗലോസ് പറയുന്നത് ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യരുടെ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ അതിങ്ങനെയാണ്: പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി പാപം ആക്കി. എന്നിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ദൈവകൃപ വ്യർത്ഥമാക്കരുത്. അടുത്ത വാക്യത്തിൽ പറയുന്നത് ദൈവകൃപ വ്യർത്ഥമാക്കരുത്. ഏതിന്റെ വെളിച്ചത്തിൽ? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമ്മൾ നിമിത്തം പാപമാക്കി. എന്നിട്ട് പറയുകയാണ് ദൈവകൃപയെ വ്യർത്ഥമാക്കരുത്. അപ്പോൾ അത് വളരെ വിലയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത് അതിശയകരമായിരിക്കുന്നത്? അതിശയകരമായിരിക്കുന്നതിന്റെ കാരണം റോമാലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: പാപം പെരുകിയെടുത്ത് കൃപ ഏറ്റവും അത്യന്തം വർദ്ധിച്ചു. പാപം പെരുകിയെടുത്തു. where sin increased, grace increased all the more. എന്തുകൊണ്ടാണ് ദൈവകൃപ അത്യത്ഭുതകരമായിരിക്കുന്നത്? അതിന്റെ കാരണം പാപം പെരുകിയെടുത്ത് ദൈവകൃപ എന്ത് ചെയ്തു? അത്യന്തം പെരുകിയതാണ്. അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശേഷിച്ച് അതിന്റെ 16-ാമത്തെ വാക്യം:
ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും, റോമാലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം, ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഇവിടെ ആദാമിനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും താരതമ്യം ചെയ്തുള്ളതാകുന്ന വേദഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ആദാം പാപം ചെയ്തു, അതിന്റെ ഫലമായിട്ട് ശിക്ഷ വിധിക്കപ്പെട്ടു. ആദാം ഒരു പാപമേ ചെയ്തുള്ളൂ. ഒരു പാപം ചെയ്തപ്പോൾ ശിക്ഷ വിധിച്ചു. എന്നാൽ ആദാം മുതൽ ക്രിസ്തു വരെ എത്രയധികം പാപമുണ്ട്, ഒരുപാട് പാപമുണ്ട്. ഈ പാപത്തിന്റെ ഫലമായിട്ട് എന്താ ന്യായമായിട്ട് കിട്ടേണ്ടത്? സമ്പൂർണമാകുന്ന ശിക്ഷാവിധിയാ കിട്ടേണ്ടത്. എന്നാൽ എന്ത് സംഭവിച്ചു? കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ആദാമിന്റെ പാപം ശിക്ഷ വരുത്തിയെങ്കിൽ, ആദാമിന്റെ പാപം, ഒരു പാപം മനുഷ്യന് മുഴുവൻ ശിക്ഷയ്ക്ക് കാരണമായി തീർന്നെങ്കിൽ, മനുഷ്യന്റെ സകല പാപപ്രവർത്തികളും അതിന്റെ സമ്പൂർണതയിലെത്തിയപ്പോൾ മനുഷ്യനെ ഉന്മൂലനം ചെയ്യുവാനല്ല ദൈവത്തിന് തോന്നിയത്, പിന്നെയോ തന്റെ പുത്രനിൽ കൂടെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ തക്കവണ്ണം കൃപയുടെ ദാനം നൽകുവാനാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്. അതുകൊണ്ടാണ് ദൈവകൃപ അത്യത്ഭുതകരമായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവകൃപ അത്യത്ഭുതകരമായിരിക്കുന്നത്? ഒരു പാപത്തിന് ശിക്ഷ കൊടുത്ത ദൈവം അനേക ലംഘനങ്ങൾക്ക് ശിക്ഷ കൊടുത്തില്ല, പിന്നെ കൃപാദാനം കൊടുത്തു. പാപം പെരുകിയെടുത്ത് കൃപ ഏറ്റവും പെരുകി. പ്രിയമുള്ളവരെ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം കാര്യങ്ങൾ പറയുവാനായിട്ട് എനിക്കുണ്ട്. എങ്കിലും ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ട് കൃപയിൽ തുടങ്ങി, കൃപയിൽ തുടർന്ന്, കൃപയിൽ പൂർത്തീകരിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ എഫേസ്യർ 2:8 കൃപയാൽ അല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നതും നാം ചെയ്യുന്ന പ്രവൃത്തികളും എല്ലാം കൃപയാല. 1 കൊരിന്ത്യർ 15:10 എങ്കിലും ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. നോക്കുക, ഞാൻ അധ്വാനിച്ചു, പക്ഷെ ഞാനല്ല. എന്താണ്? ദൈവകൃപ. ഞാൻ അധ്വാനിച്ചില്ലെന്നല്ല, ഞാൻ അധ്വാനിച്ചു, മനസ്സിലാക്കണം. പക്ഷെങ്കിൽ അത് ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപ. പിന്നെ എബ്രായർ 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പൊ കൃപയിൽ തുടങ്ങി, കൃപയിൽ തുടർന്ന്, കൃപയാൽ നിത്യതയിൽ ചെല്ലുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതിന് യാതൊരു സംശയമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ കൃപ എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? അത് വളരെ പ്രാധാന്യമാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഉപദേശവുമായിട്ട് ബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഈ കൃപയുടെ സുവിശേഷകന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളുണ്ട്. അത് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, അവർ പറയുന്നത് സകല പാപങ്ങളും, അതായത് ചെയ്തു കഴിഞ്ഞ പാപവും ഇപ്പോൾ നമ്മിലുള്ള പാപവും ഇനി നാം ചെയ്യാൻ പോകുന്ന പാപവും ദൈവം ക്ഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ജനിച്ച ഒരുവന് പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെടുകയും വേണ്ട, പാപങ്ങളെ ഏറ്റുപറയുകയും വേണ്ട. കാരണം ചെയ്ത പാപവും ദൈവം ക്ഷമിച്ചു, ഇപ്പോഴുള്ളതും ക്ഷമിച്ചു, ഇനി ചെയ്യാൻ പോകുന്ന പാപവും ദൈവം
ക്ഷമിച്ചിരിക്കുക, ഓൾറെഡി ക്ഷമിച്ചേക്കുക. അതുകൊണ്ട് മാനസാന്തരവും വേണ്ട, അനുതാപവും വേണ്ട, വിശുദ്ധ ജീവിതവും വേണ്ട, എങ്ങനെ വേണേ ജീവിച്ചോ. കാരണം എന്നോട് പറഞ്ഞ സഹോദരൻ പറഞ്ഞത്, ആ പറയുന്നയാള് എല്ലാ കോമഡി ഷോയ്ക്കും കോമഡി അല്ലാത്തതിനും പോകുന്ന ഞാൻ കേട്ടത്. ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞേ, ഒരു കുഴപ്പമില്ല. കാരണം എന്താ? പഴയതും ക്ഷമിച്ചു, ഇപ്പോഴത്തേതും ക്ഷമിച്ചു, വരാനുള്ളതും ക്ഷമിച്ചേക്കുക. ടേക്ക് ഇറ്റ് ഈസി. എന്നോ സന്തോഷം അല്ലേ? പ്രിയരേ, ഇത് അപകടകരമാകുന്ന പോക്ക. ഞാൻ ചിന്തിച്ചത് ഇത് നമ്മുടെ ഇടയിൽ ഇല്ലെന്ന്, പക്ഷെ പിന്നെ മനസ്സിലായി നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഈ വെള്ളക്കാരുടേത് ഇങ്ങോട്ട് എടുക്കുന്ന പരിപാടിയാണല്ലോ എല്ലാം. ഇത് അവിടെ ആദ്യം തുടങ്ങിയത്. നമ്മുടെ ഇടയിൽ ഇതുവരെ വന്നില്ലെന്നായിരുന്നു എൻ്റെ ഒരു മൗഢ്യമാകുന്ന ചിന്ത. പക്ഷെ മനസ്സിലായി അല്ലെന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ മെയിലുകൾ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അത്ര അപകടകരമാകുന്ന ഒരു യാത്രയിലാണ് നമ്മുടെ സമൂഹമായിരിക്കുന്നത്. മറ്റൊന്ന്, ഇവർ പറയുന്നത് ദൈവം നമ്മളെ കാണുമ്പം എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, കാരണം കഴിഞ്ഞതും ഇപ്പോഴത്തേതും വരാനുള്ളതും ക്ഷമിച്ചേക്കുക. ഇപ്പം ദൈവം നമ്മളെ കാണുന്നത് കൃപയിലാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മളെ കാണുന്നത് നീതിയുള്ളവരായി വിശുദ്ധരായിട്ടാണ് ദൈവം കാണുന്നത്. ഒരു കുഴപ്പമില്ല, കാരണം കൃപ. പിന്നെ മറ്റൊന്ന്, ദൈവമക്കൾ അവരുടെ പാപത്തിന് റെസ്പോൺസിബിൾ അല്ല, ഉത്തരവാദികളല്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്യുന്ന പാപത്തിന് ഉത്തരവാദി ഞാൻ അല്ല. നിങ്ങൾ ആരും അന്താളിക്കരുത്. ഇതാ പറയുന്നത്, ഇത് തന്നെയാ പറയുന്നത്. എന്നിട്ട് ഏതുവരെ എത്തിയെന്നൂടെ ഞാൻ പറയാം. 1 യോഹന്നാൻ 3-ാം അധ്യായം. കാരണം ഇത് ഞാൻ പറയുന്നതിന്റെ കാര്യമുണ്ട്. ഇവരെല്ലാം നിങ്ങളുടെ ലിവിംഗ് റൂമിൽ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പലരും ഇത് കേട്ട് സ്തോത്രം പറയുന്നവരാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതേ നിലയിലായിരിക്കുകയല്ല അവർ പറയുന്നത്, പക്ഷെ അപകടത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവർ പറയുന്നത് എന്താണെന്നറിയാം? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഉള്ള വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അടുത്തത്, അവന് പാപം ചെയ്യാൻ കഴിയുന്നതുമല്ല. നമ്മളാരാ? വീണ്ടും ജനിച്ചവരാരാ? കമോൺ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. വേദപുസ്തകം എന്നാ പറയുന്നേ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന്റെ സീഡ്, വിത്ത് അവനിൽ വസിക്കുന്നു. അവൻ പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിയുന്നതുമില്ല. ഈ വാക്യത്തിന്റെ വ്യാഖ്യാനം കേട്ട് എൻ്റെ തല കറങ്ങിപ്പോയി. സത്യം പറഞ്ഞെന്താണെന്നറിയോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യാത്തത് കൊണ്ട്, അവന് പാപം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്, ഇന്ന് ഞാൻ എന്നോ ചെയ്താലും അത് പാപമല്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഞാൻ ആരാ? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാ. വേദപുസ്തകം എന്നാ പഠിപ്പിച്ചേക്കുന്നേ? അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ കഴിയുമെന്ന് പരീശന്മാരാകുന്ന ഞങ്ങളെയൊക്കെ അങ്ങനെയാ വിളിക്കുന്നവര്. ആ ലേഖനത്തിൽ ഞാൻ കണ്ടു ചില പരീശന്മാര്, ലീഗലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നോ, നമുക്ക് പാപം ചെയ്യാൻ ഒക്കെയല്ല. കാരണം നമ്മൾ ആരാ? കൃപയാൽ വീണ്ടും ജനിച്ചവരാ. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ശരീരത്തിൽ ചെയ്യുന്നതൊന്നും എന്തല്ല, പാപമല്ല. എവിടെ വരെ എത്തിയെന്ന് നോക്കണം. ഇതുകൊണ്ടാണ് ഇന്നത്തെ വലിയ സഭകളിൽ, ഇന്ത്യയിൽ അത്ര ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എനിക്കതിൻ്റെ വ്യക്തമാകുന്ന തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ സഭകളിൽ സോ കോൾഡ് വാർഷിപ്പ് ലീഡേഴ്സ് ആരാന്നറിയാവോ? റോമാലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പാപത്തിൽ ജീവിക്കുന്നവരാണ് വർഷിപ്പ് ലീഡേഴ്സ് പല സഭകളിൽ. മനസ്സിലായല്ലോ എവിടെ ചെന്നെത്തിയെന്ന്?
കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. എനിക്ക് പാപം ചെയ്യാൻ ഒക്കെയല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊന്നും എന്തല്ല, പാപമല്ല. കാരണം കൃപ. മാനസാന്തരപ്പെടണമെന്ന് പറയുന്നവരെ അവർ വിളിക്കുന്നതെന്നറിയോ? പരീശന്മാരെന്ന്. പക്ഷെ എന്നെ പരീശന്ന് ഈ കാര്യത്തിൽ വിളിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വേദപുസ്തകം അതാ പഠിപ്പിക്കുന്നത്. ഇത് അല്പം ഒന്ന് നമുക്ക് ചിന്തിക്കാം. ഇവരെ കുറിച്ചാണ് യൂദാ അപ്പോസ്തലൻ പറഞ്ഞത്. യൂദാ അപ്പോസ്തലന്റെ ലേഖനം അതിന്റെ 4-ാം വാക്യം, അധ്യായം തന്നെ കണ്ടുപിടിച്ചോണം. നോക്കുക, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ എന്തിന് ഹേതുവാക്കി? മനസ്സിലാക്കണം. കൃപയെ എന്തിന് ഹേതുവാക്കി? ദൈവത്തിന്റെ കൃപ. അതിനെ ഇപ്പൊ എന്തിനാ ഹേതുവാക്കുന്നേ? ദുഷ്കാമ പ്രവർത്തികൾക്ക്. ഇംഗ്ലീഷിൽ എന്നാ വായിക്കുന്നതെന്നറിയോ? ലൈസൻസ് ഓഫ് ഇമ്മോറാലിറ്റി. എന്തുവാ ലൈസൻസ്? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാ, എനിക്ക് പാപം ചെയ്യാൻ ഒക്കെയല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്തല്ല, പാപമല്ല. ലൈസൻസ് ഫോർ ഇമ്മോറാലിറ്റി. എനിക്കറിയാം, ഞാൻ ഇന്ന് ഈ കാര്യം മുഴുവൻ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി അവസാനിപ്പിക്കട്ടെ. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവ. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാക്കരുത്. ദൈവത്തിന്റെ കൃപയെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് വിലയില്ലാത്ത കാര്യമല്ല. സ്വന്തം പുത്രനെ തകർത്തിട്ടാണ് ഇത് തന്നത്. ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് മുൻപേ അദ്ദേഹം മരിച്ചുപോയി. അനുഗ്രഹീതനാകുന്ന ഞാൻ അദ്ദേഹത്തെ ഒരു പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. എ ട്രൂ പ്രോഫറ്റ്. A.W. ടോസർ. ഈ ക്രിസ്തു ഭക്തൻ, അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും എൻ്റെ കൈവശമുണ്ട്. മിക്കവാറും എല്ലാ പുസ്തകങ്ങളും പബ്ലിഷ്ഡ്. അദ്ദേഹം ഒരിക്കൽ ഒരു ചെറിയ എസ്സേ എഴുതിയത് അനേക വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വായിച്ചു. ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓൾഡ് ക്രോസ് ആൻഡ് ന്യൂ ക്രോസ്. പഴയ ക്രൂശും വേദപുസ്തകത്തിലെ ക്രൂശും ഇന്നത്തെ പുതിയ ക്രൂശും, ഇതിനെ തമ്മിലൊന്ന് കമ്പാരിസൺ ചെയ്ത് അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹം പറഞ്ഞു, പഴയ ക്രൂശിന്റെ സവിശേഷത എന്താ? പഴയ ക്രൂശിന്റെ സവിശേഷത, ആ ക്രൂശിങ്കിലേക്ക് ഒരുവൻ പാപി അവന്റെ പാപ ചുവടുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അവൻ തീർന്നു, അവൻ ഫിനിഷ്ഡായി. അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ അടുത്തതെന്താ? എല്ലാവരും മരിച്ചു. വീണ്ടും ജനനം എന്തുവാ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിച്ചാണല്ലോ വീണ്ടും ജനിക്കുന്നത്. എന്നാ സംഭവിക്കുന്നത്? ദൈവം നമ്മളെ എങ്ങനെയാ കാണുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ക്രൂശിങ്കലേക്ക് പാപച്ചുമടുമായിട്ട് ഞാൻ വരികയാ. വരുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിന്റെ ക്രൂശിൽ ക്രിസ്തുവിനൊപ്പം ഞാനും ക്രൂശിക്കപ്പെട്ടു, ഇല്ലാതായി എന്ന് സ്വർഗത്തിലെ പിതാവ് കണ്ടതുകൊണ്ട് ക്രിസ്തു നിമിത്തം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഒരു പുതു സൃഷ്ടിയായിട്ട് ജീവന്റെ പുതുക്കത്തിൽ എൻ്റെ ജീവിതം ഒന്നേ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അതുകൊണ്ടല്ലേ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താകുന്നു? പുതിയ സൃഷ്ടി. അപ്പൊ പഴയ ക്രൂശ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പഴയ ക്രൂശ് ചെയ്തുകൊണ്ടിരുന്നത്, ഒരുവൻ ആ ക്രൂശിങ്കിലേക്ക് വരുമ്പോൾ അവനെ കൊല്ലുകയാ, അവനെ ഇല്ലാതാക്കുകയാ. When we went to the old cross, it finished us.
അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞ ഇറ്റ് ഫിനിഷ്ഡ് us. അത് നമ്മളെ ഇല്ലാതെയാക്കി, തീർത്തു, തകർന്നു, മുഴുവൻ പഴയതെല്ലാം കഴിഞ്ഞു, ഒരു പുതിയ അനുഭവത്തിലേക്ക് വന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, പുതിയ ക്രൂശ് എന്ന് പറഞ്ഞാൽ പഴയ ക്രൂശ് ഒരു പാപി ആ ക്രൂശിങ്കിലേക്ക് വന്നാൽ അവനെ തകർത്തേച്ച് ഒരു പുതിയൊരുത്തനെ സൃഷ്ടിക്കുന്ന ക്രൂശായിരുന്നു പഴയ ക്രൂശ്. എന്നാൽ ഇന്നത്തെ പുതിയ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ ഇങ്ങോട്ട് വരുമ്പം അവനെ റീഡയറക്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ബിസിനസ് തകർന്ന ഒരുത്തനാ ഇങ്ങോട്ട് വരുന്നത്. ഇവൻ ക്രൂശിങ്കിലേക്ക് വരുന്നത് എന്തിനാ? ബിസിനസ് നന്നാകാനാ. ബിസിനസ് നന്നാകാൻ വേണ്ടിയിട്ടോ ഒക്കെ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ അതിനു വേണ്ടിയിട്ടിരിക്കുമ്പോഴായി കുഴപ്പം. അവൻ അതിനു വേണ്ടിയിട്ടാ വരുന്നേ. അപ്പൊ ഈ ക്രൂശി എന്ത് ചെയ്യും? മോനെ അങ്ങനല്ലായിരുന്നു പോകേണ്ടി, അതുകൊണ്ട് ഇങ്ങനെ പോണം. അപ്പൊ ആ ക്രൂശിനെ കുറിച്ച് പറയുന്ന എത്രയോ കീർത്തനങ്ങളുണ്ട്. എന്നോ സന്തോഷമാത് പാടിയ. വായ്പ വാങ്ങാൻ ഇടവരില്ല, എന്റെ ശത്രു മുടിഞ്ഞ് നാശമായി പോകും. എന്നോ ഒരു ആത്മ നടത്തിപ്പ, പുതിയ ക്രൂശ്. ഇത് കുറച്ചു വർഷം മുമ്പുള്ളതാ. എന്നാൽ ഇപ്പോഴത്തെ ക്രൂശ് എന്നാന്നറിയാമോ? അവിടെ കൊണ്ടും തീർന്നില്ല. ഇപ്പോഴത്തെ ക്രൂശ് ഒരു പടിയൂടെ മുന്നോട്ട് വന്നു. ഇതുവരെ മനസാക്ഷിക്കുത്തോടുകൂടെ പാപം ചെയ്തുകൊണ്ടിരുന്ന പാപിയെ ഇനി മനസാക്ഷിക്കുത്തില്ലാതെ പാപം ചെയ്യിക്കുന്നതാണ് ഇന്നത്തെ ക്രൂശ്. മനസ്സിലാകുന്നുണ്ടോ? പഴയ ക്രൂശ്, വേദപുസ്തകത്തിലെ ക്രൂശ് പാപിയെ തകർത്തയച്ച് പുതിയ ഒന്നത്തിനെ തുടങ്ങുന്നതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ ക്രൂശ് നമ്മളെ റീഡയറക്റ്റ് ചെയ്യുന്ന ക്രൂശാക്കി തീർന്നു. എന്നാൽ ഇന്നത്തെ ക്രൂശ് പണ്ടൊക്കെ ആണേൽ ഒരു മനസാക്ഷിക്കുത്തേലും ഉണ്ടായിരുന്നു, ഇല്ലേ? ഞാൻ പറയുന്ന സത്യമാണോ അല്ലയോ എന്ന് പറ. പണ്ടൊക്കെ പല കാര്യങ്ങൾക്കും മനസാക്ഷിക്കുത്തുണ്ടായിരുന്നു. ഇന്ന് കൃപയിലല്ലേ, അതുകൊണ്ടിപ്പം മനസാക്ഷിക്കുത്തുമില്ല. പ്രിയരെ, അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കരുത്. കർത്താവ് നമ്മളെ എങ്ങനെയാ കാണുന്നേ? കർത്താവിൻ്റെ 7 ലേഖനങ്ങൾ, കർത്താവ് സഭയ്ക്ക് എഴുതിയ 7 ലേഖനങ്ങൾ പുസ്തകത്തിലുണ്ട്. പൗലോസ് എഴുതിയതല്ല, യോഹന്നാനും എഴുതിയതല്ല, പത്രോസും എഴുതിയതല്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്ത് എഴുതിപ്പിച്ച 7 ലേഖനങ്ങളുണ്ട്. എവിടെ ആ 7 ലേഖനങ്ങളെന്നറിയോ? വെളിപ്പാട് പുസ്തകം 2, 3 അധ്യായങ്ങളിലാണ്. ഈ 7 ലേഖനങ്ങളിൽ 2 സഭയൊഴികെ 5 സഭകളോടും പറയുന്ന ദൂത് എന്താണെന്നറിയോ? സ്മുർണ സഭയോടും ഫിലദൽഫിയ സഭയോടുമേ ഉള്ളൂ മാനസാന്തരപ്പെടണമെന്ന് പറയാത്തത്. ബാക്കി 5 സഭയോടും പറയുന്നത്. എഫെസോ സഭയോട് എന്നാ പറയുന്നത്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. കൃപ എന്താ? കൃപയിൽ മാനസാന്തരമുണ്ടോ? യെസ്. കൃപ എന്താ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ച് ഞാൻ വിശദമാക്കാം. എങ്കിലും വാക്യം വീട്ടിൽ പോയി വായിച്ചിട്ട് വന്നാൽ പറയാൻ എളുപ്പമാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ദയവ് ചെയ്ത് വായിച്ചിട്ട് വന്നാൽ നമ്മൾ അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ചിന്തിക്കാൻ എളുപ്പമാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമാകുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ, ഉദിച്ചു. ആ ദൈവകൃപ ഇന്ന് എന്താ ചെയ്യുന്നത്? വായിച്ചോളൂ, വായിച്ചങ്ങ് അവസാനിപ്പിക്കാം. നാം ഭാഗ്യകരമാകുന്ന പ്രത്യാശയ്ക്കായി കാത്തുകൊണ്ടും
കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നല്ല ബോധത്തോടെ പാപം ചെയ്താൽ പാപത്തെ പാപമെന്ന് വിളിച്ച് ഏറ്റുപറഞ്ഞ് അനുതപിച്ച് മാനസാന്തരപ്പെടുവാനുള്ള ബോധത്തോടെ ജീവിക്കും. എന്തുകൊണ്ട് ജീവിക്കും? കൃപ ഉദിച്ചതുകൊണ്ടാ ജീവിക്കുന്നത്, അല്ല ജീവിക്കത്തില്ല. സുബോധത്തോടും കൂടെ ഭക്തിയോടും കൂടെ ജീവിക്കാൻ അത് നമ്മെ എങ്ങനെ വളർത്തുന്നു? ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? ദൈവകൃപ. ദൈവകൃപ പാപം ചെയ്യാനുള്ള പ്രേരണയല്ല തരുന്നത്. ദൈവകൃപ പാപത്തിന്മേൽ ജയമെടുക്കുവാനുള്ള ശക്തിയാ തരുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവകൃപയെ വ്യർത്ഥമാക്കാതെ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന് വരാതിരിക്കേണ്ടതിന്. മാത്രമല്ല, ആരും സ്ഥിരത വിട്ട് പിന്മാറി തോറ്റുപോയിട്ട് ഹല്ലേലൂയ നമുക്കങ്ങനെ ഭവിക്കാതിരിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൻ്റെ കൃപയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. ആ കൃപ എത്ര മനോഹരമാണ്! ഓ, ഈ കൃപയാലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജയകരമായി ജീവിക്കാൻ കഴിയുന്നത്. ഈ കൃപയാലാണ് എന്നെ പണ്ട് മയക്കിക്കൊണ്ടിരുന്ന പല ഇമ്പങ്ങളോടും നോ എന്ന് പറയാൻ എനിക്ക് പണ്ട് ഒരു കഴിവില്ലായിരുന്നു. എന്നാൽ ഇന്ന് കൃപയാൽ എനിക്കതിന് കഴിവ് ദൈവം തന്നു. ഹല്ലേലൂയ. പണ്ട് എനിക്ക് കുറ്റബോധം മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് എനിക്ക് പാപബോധവും അനുതാപവും ഉണ്ട്. എന്തുകൊണ്ട്? ദൈവകൃപയാൽ. ഈ കൃപ നമ്മെ വീട്ടിൽ കൊണ്ട് എന്നെത്തിക്കും. ഞാൻ നേരത്തെ റെഫർ ചെയ്ത ജോൺ ന്യൂട്ടൻ ഇങ്ങനെയാണ് പറയുന്നത്: ഹൗ പ്രഷ്യസ് ഡിഡ് ദ ഗ്രേസ് അപ്പിയർ. അതിൻ്റെ അവസാന വരി ഇങ്ങനെയാണ്: ആൻഡ് ദിസ് ഗ്രേസ് വിൽ ലീഡ് മീ ഹോം. ഈ കൃപ അന്ധനായിരുന്ന, ഏറ്റവും അധർമ്മിയായിരുന്ന എന്നെ വിടുവിച്ചെന്ന് മാത്രമല്ല, ഈ കൃപ ഇന്ന് എന്നെ നടത്തുന്നു. പിന്നെ ഈ കൃപ എന്നെ വീട്ടിൽ കൊണ്ട് ചെന്നെത്തിക്കും. ഇതിനാ ദൈവകൃപ തന്നേക്കുന്നത്. ഇതിന് കൊടുത്ത വില എന്താണെന്നറിയാമോ? ഫ്രീ ആണ്. പക്ഷെ പുത്രനെ തകർത്തിട്ടായി കൃപ തന്നത്. അതിൻ്റെ വില മനസ്സിലാക്കി വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. ആരും നമ്മുടെ വിരുദ്ധ തെറ്റിക്കരുത്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ പാസ്റ്റർ ഇപ്പോൾ